രാജ്യത്തെ ജനകോടികൾ ആരാധിക്കുന്ന ചില ദൈവങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാനാണ് അവരിപ്പോൾ തയ്യാറാകുന്നത്. സർ, ഇവിടെ നാം കാണേണ്ടത് മതവിശ്വാസം, ഈശ്വരാരാധന, ഇതെല്ലാം ഏത് മതത്തിൽപ്പെട്ട ഒരാളുടെയും വ്യക്തിപരമായ അവകാശങ്ങളിൽപ്പെട്ടതാണ്. സർ, അതിനെ ഹനിക്കുവാൻ ആർക്കും ഒരവകാശവുമില്ല. പക്ഷേ ദൈവങ്ങളെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിഷ്ഠിച്ച് മതവികാരത്തെ സങ്കുചിത രാഷ്ട്രീയത്തിനായി ചൂഷണം ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി ഭരണാധികാരത്തിൽ കടന്നുകൂടാനാണ് സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുന്നത്. ഇവിടെയാണ് നാം കേരളത്തിലെ LDF സർക്കാർ തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുൻപാകെ വെച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും എത്രത്തോളം നടപ്പാക്കി എന്ന ഒരു നൂതന ജനാധിപത്യ രീതി ഞങ്ങൾ 2017 മുതൽ അവലംബിച്ചു വരികയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമ്മതിദായകരുടെ അംഗീകാരം നേടുന്നത്. വർഗീയതയും വിഭാഗീയതയും ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തയും വളർത്തിക്കൊണ്ടല്ല, ആളിക്കത്തിച്ചുകൊണ്ടല്ല. മതനിരപേക്ഷ പൊതുമണ്ഡലത്തെ കാത്തുസൂക്ഷിച്ചിരുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം സ്ഥിതിവിശേഷം കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഭരണാധികാരികൾ. അവരെ മതചടങ്ങുകളിലെ പുരോഹിതരായി അവതരിക്കുന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾക്ക് ഇളക്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. സർ, നമ്മുടെ രാജ്യം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടൊരു രാജ്യമാണ്. ഇതിനു മുൻപ് ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട വലിയൊരു തിരിച്ചടി 1975 ജൂൺ 25 പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥയായിരുന്നു. 19 മാസക്കാലം ഭരണകൂടത്തെ വിമർശിക്കാനോ സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനോ നിയമസഭാ പ്രസംഗങ്ങൾ പോലും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. സർ, ആ കാലത്ത് 3 ലക്ഷത്തിൽ പരം ആളുകളാണ് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കപ്പെട്ടത്. ഭരണകൂടത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്ന ഏതൊരാളും തുറുങ്കിലടക്കപ്പെട്ടു, കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരായി. 19 മാസക്കാലത്തെ കാളരാത്രിയായിരുന്നു അടിയന്തരാവസ്ഥ. ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രയോഗിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ കീറിക്കാറ്റിൽ പറത്തിയ ഭരണകൂട നടപടികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സർ, നാം ഓർക്കേണ്ടത് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ 1977 തെരഞ്ഞെടുപ്പിലൂടെ അന്നത്തെ ഭരണകൂടത്തെ പരാജയപ്പെടുത്തി. ഇന്ന് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. എന്നാൽ കേന്ദ്ര ഭരണകൂടം
അതിൻ്റെ ഓരോ നടപടികളിലൂടെയും ഭരണഘടനയെ പേരിന് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ മൂല്യങ്ങളുടെയും അന്തസ്സത്ത ചോർത്തിക്കളയുകയാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് അടിസ്ഥാന ഘടനയുണ്ടെന്നും അതിനെ പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയില്ലെന്നും വിഖ്യാതമായ കേശവാനന്ദ ഭാരതി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആ വിധിയുടെ 50-ാം വാർഷികമാണ് കഴിഞ്ഞ വർഷം നിയമവൃത്തങ്ങൾ മുൻകൈയെടുത്ത് ആചരിച്ചത്. ആ അവസരത്തിൽ തന്നെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്ന ആശയത്തിന് പ്രസക്തിയുണ്ടോ എന്ന് കേന്ദ്ര ഭരണത്തിന് തലപ്പത്തിരിക്കുന്ന ചിലരിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. ഇത് ജനാധിപത്യ, മതനിരപേക്ഷ, സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന ഭാരതത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും അലോസരപ്പെടുത്തുന്ന ഒന്നാണ് എന്നുകൂടി നാം കാണേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ഫെഡറലിസം. യൂണിയൻ ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരുകൾക്കും ഭരണഘടനാ അനുച്ഛേദം 246 7-ാം ഷെഡ്യൂൾ പ്രകാരം പ്രത്യേകം അധികാരം നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരികളായ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ ആണ് യൂണിയൻ സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും. സംസ്ഥാന സർക്കാരുകൾ യൂണിയൻ സർക്കാരിൻ്റെ കീഴ്ഘടകങ്ങളല്ല. എന്നാൽ ഈ അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുന്ന നടപടികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിക്കുള്ളിൽ കടന്ന് യൂണിയൻ സർക്കാർ നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ. സർ, കൃഷി, മൈനർ പോർട്ടുകൾ, ഡാമുകൾ എന്നിവയുടെ കാര്യത്തിൽ